ആലുവയ്ക്കടുത്ത് ചൂണ്ടി ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. മെയിൻ ജംഗ്ഷനിലേക്ക് 1/2 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ഇവിടുന്ന് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 4 കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട്. മെട്രോ സ്റ്റേഷനിലേക്കും 4 കിലോമീറ്റർ തന്നെയാണ് ദൂരം വരുന്നത്. എയർപോർട്ടിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകുന്നതാണ്. രാജഗിരി ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റിൻ്റെ ഡ്രൈവ് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്ക് അതുപോലെ തന്നെ കളമശ്ശേരി ഏരിയയിലേക്ക് നമുക്ക് ഈസി ആക്സസ് ഉള്ള നല്ലൊരു ഏരിയയിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. വീട് വന്നിരിക്കുന്നത് ഒരു ഡെഡ് എൻഡിലാണ്. അതുകൊണ്ട് തന്നെ ഒരു വാഹനം കൂടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്. 4 സെൻറ്റ് ലാൻഡ് ഏരിയയിൽ 1800 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ് ഇന്ന് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മെയിൻ റോഡിൽ നിന്നും കയറി വരുന്ന വീതിയുള്ള റോഡാണ്. ടൈൽ വിരിച്ചിരിക്കുകയാണ്. ഡെഡ് എൻഡിലാണ് നമ്മുടെ വില്ല വന്നുള്ളത്. ബോക്സ് ഡിസൈനിലാണ് എലവേഷൻ കൊടുത്തുള്ളത്. നേരെ കോമ്പൗണ്ടിനകത്തേക്ക് വരാം. സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഫോൾഡ് ചെയ്യുന്ന രീതിയിലുമാണ് ഗേറ്റ് കൊടുത്തുള്ളത്. നേരെ കോമ്പൗണ്ടിനകത്തേക്ക് തന്നെ കയറാം. വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്ത് തന്നെയുണ്ട്. പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്ന രീതിയിൽ സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് പവർ പോയിൻ്റ് വരുന്നുണ്ട്. ഇത് നോർത്ത് സൈഡാണ്, ഇത് ഈസ്റ്റ് സൈഡുമാണ്. അപ്പോൾ നോർത്ത് സൈഡിലും ധാരാളം സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ടാപ്പ് പോയിൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൗത്ത് സൈഡിലേക്ക് വരാം. ഇവിടെയും നമുക്കൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പം ഇത്രയും സ്പേസ് നമുക്ക് ഫ്രണ്ടിലുണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്കിവിടെ മാർക്കേറ്റ് ചെയ്യാനുള്ള സ്പേസും കൂടി ഉണ്ട്. അപ്പം കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗമാണ്. ഈ ഭാഗം വരുന്നത് ഈസ്റ്റും ഇത് വരുന്നത് സൗത്തുമാണ്. അപ്പം ഇനി ബാക്ക് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വെസ്റ്റ് സൈഡിൽ അവിടെയും നടക്കാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീടിനകത്തേക്ക് വരാം. സിറ്റ് ഔട്ട് ഗ്രാനൈറ്റിലാണ് ചെയ്തത്. ഒരു ചെയർ ഇടാനുള്ള സ്പേസാണ് കൊടുത്തുള്ളത്. നേരെ അകത്തേക്ക് കയറാം. ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള ഡോറിൻ്റെ ഡിസൈനാണ് ഇവിടെ ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത്. കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന വീടും കൂടിയാണ്. അതായത് വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് കിഴക്കോട്ടാണ്. നേരെ അകത്തേക്ക് വരാം. നമ്മളിപ്പോൾ ലിവിങ് സ്പേസിലാണ്. ഇവിടെയായിട്ടാണ് നമുക്ക് കോർണർ സെറ്റ് ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഒരു ടീപ്പ് ഇടാനുള്ള സ്പേസും ഉണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണെന്ന് പറഞ്ഞു. അവിടെയായിട്ട് ഫ്രഞ്ച് വിൻഡോസ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പാനൽ ചെയ്തിട്ടുണ്ട്. ഫാർ സീലിങ്ങിൽ വാം ലൈറ്റാണ് കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. LED ലൈറ്റുകളും വരുന്നുണ്ട്. ഇനി TV യൂണിറ്റിലേക്ക് വരാം. ഈ ഭാഗത്തായിട്ട് വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു സെപ്പറേഷനും കൂടിയാണ്. അതായത് ലിവിങ്ങിലേക്ക് കയറുന്ന എൻട്രൻസിനോട് കൂടി തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇതിലൊക്കെ ഇൻഡോർ പ്ലാന്റ്സോ ക്യൂറോസൊക്കെ വയ്ക്കാവുന്ന രീതിയിലാണ് ഇതും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. വിശാലമായുള്ളൊരു ഡൈനിങ് സ്പേസാണ്. 6 ചെയറിൻ്റെയോ 8 ചെയറിൻ്റെയോ ഈസി ആയിട്ട് വീഴുന്ന രീതിയിൽ നമുക്ക് സ്പേസ് കിട്ടുന്നുണ്ട്. ഫാർ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. സ്റ്റെയർ ഏരിയ വരുന്നതുകൊണ്ട് ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള ഏരിയ കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒതുങ്ങി മാറിയിട്ടാണ് വാഷ് കൗണ്ടർ വന്നുള്ളത്. വലിപ്പമുള്ളൊരു വാഷ് കൗണ്ടറാണ്. സെറിയുടെ ഫിറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ബാക്കിലൊരു ഫൈബർ ലാമിനേഷൻ വർക്ക് വരുന്നുണ്ട്. ഒരു മിററിനൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ടവൽ റാഡ് കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റെയറിനടിയിൽ ഇൻവെർട്ടറിനൊരു സ്പേസും കൂടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പം നേരെ കിച്ചണിലേക്ക് വരാം. ഓപ്പൺ കിച്ചനാണ്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കിട്ടിയിട്ടുണ്ട്. ഇവിടെ ചെയർ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്പേസ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് യൂസ് ചെയ്യാം. നാനോ വൈറ്റ് ഗ്രാനൈറ്റാണ് മേലെ കൊടുത്തുള്ളത്. ഫാൾ സീലിംഗ് വർക്കും അതുകൂടാതെ തന്നെ ലാമിനേഷൻ വർക്കും കൊടുത്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നേരെ കിച്ചണിലേക്ക് കയറാം. കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഈസ്റ്റിലേക്ക് നമുക്ക് ഫുഡും ഹോബും ഒക്കെ കൊടുക്കാവുന്നതാണ്. ഇവിടെയായിട്ടൊരു ഫ്രിഡ്ജ് വയ്ക്കാനുള്ളൊരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. കൂടാതെ ഇവിടെ പവർ പോയിൻ്റ് വരുന്നുണ്ട്. കൈയെത്തുന്ന ദൂരത്ത് എല്ലായിടത്തും കബോർഡ് കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു L ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചുള്ളത്. ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വന്നിട്ടുണ്ട്. 2 ടാപ്പ് വന്നിട്ടുണ്ട്. നാനോ വൈറ്റ് ഗ്രാനൈറ്റാണ് മേലെ കൊടുത്തുള്ളത്. കൂടാതെ പവർ പോയിൻറ്റുകളെല്ലാം ധാരാളം കിട്ടുന്നുണ്ട്. ഇനി ഔട്ട് സൈഡിലേക്ക് ഇറങ്ങാം. തറ നിരത്തിൽ നിന്ന് ഉയർത്തി കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. ഫുള്ള് കവർ ചെയ്ത നല്ലൊരു അടച്ചുറപ്പുള്ളൊരു നല്ലൊരു വർക്ക് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. താഴെ ഇതിനൊരു ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ നീളം തന്നെ ഏകദേശം 14 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. ഒരു വാള് പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്ന രീതിയിൽ കബോർഡ് കൊടുത്തിരിക്കുകയാണ്. ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുഷൻ ആഡ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ.
അപ്പോൾ നല്ല കബോർഡ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഫാൾ സീലിംഗിൽ LED ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിലെ ഫാൾ സീലിംഗിൽ ഫൈബർ ലാമിനേഷൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. സിലിണ്ടറിക്കൽ ലൈറ്റും വരുന്നുണ്ട്. അപ്പം ഇത് ഈസ്റ്റ് സൈഡാണ്, ഇത് നോർത്ത് സൈഡുമാണ്. ഇനി നമ്മൾ നേരെ ഇതിൻ്റെ ബാത്റൂമിലേക്കാണ് പോകുന്നത്. ബാത്റൂം വന്നിരിക്കുന്നത് സെറയുടെ ഫിറ്റിങ്സിലാണ്. വാഷ് ബേസിൻ മിറർ വരാനുണ്ട്, ലൈറ്റ് വരാനുണ്ട്. സെറയുടെ ഒരു ഡൈവേർട്ടർ കൊടുത്തിട്ടുണ്ട്. റെയിൻ ഷവർ വരുന്നുണ്ട്. സിംഗിൾ പീസ് ക്ലോസെറ്റാണ്, അതും സെറയുടെ തന്നെയാണ്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ വിത്ത് ഗ്ലോസിയാണ്. ഇനി നമ്മൾ അപ്പർ ലിവിങ്ങിലേക്ക് പോവുകയാണ്. സ്റ്റെയറിൽ ഒട്ടിച്ചിരിക്കുന്ന ടൈല് ഒരു മാറ്റ് വുഡിൻ്റെ ടെക്സ്ചറുള്ള ടൈലാണ് വന്നുള്ളത്. നല്ല കളർ പാറ്റേണും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ ഹാൻഡിൽ വന്നിരിക്കുന്നത് സ്ക്വയർ ട്യൂബിൽ വുഡ് പൊതിഞ്ഞിരിക്കുകയാണ്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പ് കൊടുത്തിരിക്കുകയാണ്. ഒരുപാട് ഹൈറ്റ് കൊടുത്തിട്ടില്ല, അപ്പം ഈസി ആയിട്ട് കയറാം. കൂടാതെ സ്റ്റെപ്പിൻ്റെ പാറ്റേൺ എല്ലാം നല്ല ഭംഗിയുള്ളൊരു പാറ്റേണും കൂടിയാണ്. ഇത് വെസ്റ്റ് സൈഡാണ്. 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ജനലുകളെല്ലാം മൾട്ടിവുഡും ഉണ്ട്, പാനൽ ചെയ്തിട്ടുമുണ്ട്. ഇപ്പോൾ നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലാണ്. ഇത് വരുന്നത് ഡബിൾ ഹൈറ്റ് ആണ്. അപ്പോൾ ഈ ഡബിൾ ഹൈറ്റിന് മേലെയായിട്ട് ഹാങ്ങിങ് ലൈറ്റുകൾ തൂക്കാനായിട്ടുള്ള ഓപ്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അപ്പർ ലിവിങ് സ്പേസ് ആണ്. ഇവിടെയായിട്ട് നമുക്ക് സോഫ സെറ്റി ഇടാവുന്നതാണ്. ഫ്രണ്ടിൽ TV യൂണിറ്റിൻ്റെ പോയിൻറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒരു സെപ്പറേഷൻ വരുന്നുണ്ട്, ഒരു സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഡിസ്റ്റൻസിലുള്ളൊരു അപ്പർ ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് തന്നെ പോവാം. നമ്മളിപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വന്നുള്ളത്. ഇതാണ് ഈസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡുമാണ്. AC-യുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്കും ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വാൾഡ്രോബ്സിലേക്ക് വരികയാണെങ്കിൽ ബേവിൻ്റെ കൊടുത്തിട്ടുണ്ട്. കുഷൻ ആഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം 12 അടി നീളവും 12 അടി വീതിയും വന്നിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും കൂടിയാണ്. ഇനി നമ്മളിതിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. 14 അടി നീളവും 11 അടി വീതിയുള്ള ബെഡ്റൂമാണ്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബ്സ് കൊടുത്തുള്ളത്. എല്ലാ ബെഡ്റൂമിൻ്റെയും വാൾഡ്രോബ്സിന് ഒരു ബേവിൻ്റെ കൊടുത്തിട്ടുണ്ട്. കുഷൻ ആഡ് ചെയ്താൽ മാത്രം മതി. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ ആയിട്ട് ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. നല്ലൊരു വാഷ് ബേസും വന്നിട്ടുണ്ട്. മിററും ലൈറ്റും ഒക്കെ വരാനുണ്ട്. 3-വേ മിക്സഡ് ടാപ്പാണ് വന്നുള്ളത്. സെറയുടെ തന്നെയാണ്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസെറ്റാണ്. ഹീറ്ററിൻ്റെ പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. താഴെ മാറ്റ് ഗ്രിപ്പുള്ള ടൈലാണ് വിത്ത് ഗ്ലോസി. ഫൈബർ ഡോർ തന്നെയാണ് ഇതിനും വന്നുള്ളത്. നമുക്കിനി ഇതിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് പോവാം. ഇവിടെയായിട്ടാണ് ഇതിന് പവർ പോയിൻ്റ് വന്നുള്ളത്. വാട്ടർ പോയിൻ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാവുന്നതാണ്. മാത്രമല്ല ഇത് ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ടെറസിലേക്ക് കയറുന്നത് ഇങ്ങനെയാണ്. ഒന്ന് കയറി ലാൻഡ് ചെയ്തിട്ട് വീണ്ടും കയറാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വിശാലമായുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. അത് റിസോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി യൂസ്ഫുള്ളാണ്. ഇനി നമ്മളിതിൻ്റെ ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടൊരു ബാൽക്കണിയും കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ വന്നിട്ടുണ്ട്. ടഫ് ആൻഡ് ഗ്ലാസ് വരുന്നുണ്ട്. മേലെ ഫൈബർ ലാമിനേഷൻ വർക്ക് വരുന്നുണ്ട്. ഒരു സൈഡിൽ സിമെൻറ്റ് ടെക്സ്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. കിഴക്കോട്ട് ഫേസ് ആയിട്ടുള്ളൊരു ബാൽക്കണിയും കൂടിയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മനോഹരമായുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് കണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. ആലുവ ചൂണ്ടി ജംഗ്ഷനോട് വളരെ അടുത്തായിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 4 സെൻറ്റ് ലാൻഡ് ഏരിയ വരുന്നുണ്ട്. 1800 സ്ക്വയർ ഫീറ്റാണ്. 3 BHK ആണ്. താഴെ ഇതിന് ഒരു ബെഡ്റൂമും അതിവിശാലമായിട്ടുള്ളൊരു ഡൈനിങ് സ്പേസൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ വർക്ക് ഏരിയയ്ക്ക് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. KW വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ്. കൂടാതെ വെല്ലായിട്ട് ബോർവെല്ലാണ് വന്നുള്ളത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 83 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിളുമാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്റ്റ് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.